ജീവിതം വിചിത്രമായൊരു തെരുവീഥിയാണ്. ഒത്തുചേരലുകളേക്കാൾ ഒഴിഞ്ഞു കൊടുക്കലുകളുടെയും അകന്നു മാറലുകളുടെയും തെറ്റിപ്പിരിയലുകളുടെയും തിക്കും തിരക്കുമാണ് ആ വീഥിയിൽ നടക്കുന്നത്. ഈ വരികളിൽ മനുഷ്യാനുഭവങ്ങളുടെ ആഴമേറിയ ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് അറിയാൻ എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ചിലവാക്കും. അതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾക്ക് ഇന്ന് നടന്ന ഒരു സംഭവത്തിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു പെൺകുട്ടി പുതിയൊരു റെസിപ്പി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കോൾ ചെയ്ത് കാണുന്നതിന്റെ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിയതാണ്. 3 പെൺമക്കളുള്ള ഒരു അച്ഛൻ. ആ 3 പെൺമക്കളും വിവാഹിതരുമാണ്. ശിവചരൺ എന്നു പേരുള്ള ഈ അച്ഛൻ തന്റെ യൗവനകാലത്തും ബാക്കിയുള്ള സമയവും എല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ 3 മക്കളെയും പഠിപ്പിച്ചു. അതിൽ 2 പേർക്ക് അധ്യാപക ജോലിയും ലഭിച്ചു. ശിവചരണിന്റെ ഭാര്യ മരിച്ചപ്പോൾ 3 പെൺമക്കളും കല്യാണം കഴിഞ്ഞു പോയതല്ലേ. പുള്ളി സ്വാഭാവികമായിട്ടും വൃദ്ധസദനത്തിലായി. കഴിഞ്ഞ 20 ദിവസത്തിന് മുന്നേ ശിവചരണിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആ വൃദ്ധസദനത്തിലെ ആൾക്കാർ ഈ 3 മക്കളെയും വിളിച്ച് വിവരം അറിയിച്ചു. അത് കഴിഞ്ഞ് ഈ മക്കൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്തത് പോലുമില്ല. അവസാനം ഈ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം എങ്ങനെയൊക്കെയോ ഈ മക്കളെ അറിയിച്ചു. അവർ 3 പേരും അവിടെ വന്നത് പോലുമില്ല. അവസാനം വീഡിയോ കോൾ ചെയ്ത് അതിലൊരു മകൾ തൻ്റെ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങ് കാണുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. തീർന്നില്ല, വിശാല മനസ്കയായ ആ മകൾ 5100 രൂപ അച്ഛന് ശവസംസ്കാര ചടങ്ങിനായിട്ട് ചെലവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്താല്ലേ, വെറുതെ 5100 രൂപയൊക്കെ കൊണ്ട് കളയാമോ എൻ്റെ പെണ്ണെ? എന്തൊക്കെ ചെലവുള്ളതാണ് നിങ്ങൾക്ക്. വെറുതെ ഒരു 5200 കൊണ്ട് കളഞ്ഞല്ലോ. എന്നിട്ട് അവസാനം ഈ അച്ഛന്റെ ചിതാഭസ്മം നിങ്ങൾ വല്ല ഗംഗയിലോ യമുനയിലോ ഗോദാവരിയിലോ അല്ലെങ്കിൽ വല്ല ആറ്റിലോ കൊണ്ട് ഒഴുക്കിക്കോളാനും ഈ വൃദ്ധസദനത്തിലെ ആൾക്കാരോട് ഇവർ റിക്വസ്റ്റും ചെയ്തു. പാവം, ഇങ്ങനെയൊക്കെയുള്ള മക്കളെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലത് വല്ല മുള്ളുമുരിക്കലും കയറി താഴോട്ട് നിരങ്ങി ഇറങ്ങുന്നത് തന്നെയാണ്. നാം ജീവിക്കുന്ന ഈ ലോകത്ത്, സ്വർണ്ണ പുലിമയുള്ള നല്ല തിളക്കമുള്ള ഈ ലോകത്ത് ഇരുട്ടിൽ ജീവിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഈ അച്ഛനെ പോലെ ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിട്ടും അവസാനം ആരുമില്ലാത്ത അവസ്ഥയിൽ കൂടെ മരിച്ചു വീഴുന്ന ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അമൃതിനും വിഷത്തിനും ഒരേ രുചി തോന്നുന്ന ആ അവസ്ഥ. ഒരു കാര്യം ആലോചിക്കണം, ആ തകർന്ന മാനസികാവസ്ഥയിലും മരണം തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവര് ജീവിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണെന്നുള്ള വിരോധാഭാസം. ഇന്നത്തെ കാലത്ത് മക്കളെ കണ്ടും മാമ്പവും കണ്ടും കൊതിച്ച് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇപ്പൊ ഈ കണ്ടത്. ഒരുപക്ഷെ ഈ വാർത്ത തലച്ചോറിലേക്ക് കയറുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു ഉത്കണ്ഠയുണ്ട്. രോഗം വന്ന് തളർന്നാലോ, പ്രായം തളർത്തിയാലോ, ജോലി നഷ്ടപ്പെട്ടാലോ ആർക്കും വേണ്ടതായി പോകുമല്ലോ എന്ന ആ ഭയം ഈ വാർത്ത കാണുമ്പോൾ നമ്മളിലെ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയമാണത്. അത് നമ്മൾ മാറ്റിക്കൊടുക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തളർന്നു പോകുകയാണെങ്കിൽ, തളർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കാൻ നിങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടാകണം. സ്വന്തം തളർച്ചയേക്കാൾ ഈ തളർച്ച മക്കളോട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിരാശയുണ്ടാകുമോ എന്നുള്ള ഭയമാണ് പല മാതാപിതാക്കളും അത് ഷെയർ ചെയ്യാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം. നിങ്ങൾ അവർക്ക് ധൈര്യമായി, അവർക്ക് ബലമായി, അവരുടെ കൂടെ തന്നെ, അവരുടെ അവസാന ഘട്ടം വരെ നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം. അത് നമ്മളുടെ കടമയാണ്.
പ്രകൃതി അതിന്റെ കണക്ക് പുസ്തകത്തിൽ ഓരോ ശ്വാസത്തിനും ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്കിൽ ചിലപ്പോൾ നമ്മൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. ആ ദിവസത്തിൽ നമ്മൾക്ക് പുഞ്ചിരിയോടെ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടുപോകുമ്പോൾ അവസാനം നമ്മൾ ഓർക്കേണ്ടത് അവർക്ക് നമ്മൾ നൽകിയ ആ പ്രകാശത്തിന്റെ കിരണങ്ങളും സ്നേഹത്തിനെ കുറിച്ച് മാത്രമായിരിക്കണം. അതായിരിക്കണം നമ്മളുടെ ജീവിതാവസാനം വരെ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാരണമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മരണത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരാളുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാകുക. ചിലര് ഒരു ഉറക്കത്തിലേക്കൊക്കെ വഴുതി വീഴുന്നത് പോലെ അതിലേക്ക് ചിലപ്പോൾ ലയിച്ച് ചേർന്നേക്കാം. മറ്റു ചിലർ കടുത്ത തളർച്ചയും വിഭ്രാന്തിയും ഒക്കെ കാണിച്ചേക്കാം. ആ നിമിഷത്തിൽ തോന്നുന്ന ആ ശ്വാസം കിട്ടാത്ത അവസ്ഥയും ഭയവും വേദനയും ഒക്കെ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാകില്ല. നമ്മളൊക്കെ അനുഭവിച്ചാൽ മാത്രം അറിയുന്ന ഒരു വികാരമാണ് ഈ മരണം എന്ന് പറയുന്നത്. അത് നമ്മളുടെ മാതാപിതാക്കളാണെങ്കിലും. അതുകൊണ്ട് തന്നെ മരണം ചിലവർക്ക് ശാന്തമാണെന്നോ അല്ലെങ്കിൽ തീവ്രമായ ഒരു മരണമാണെന്നോ ഒരൊറ്റ വാക്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾ വേദന കൊണ്ട് അല്ലെങ്കിൽ മരണത്തിന് അടുത്തേക്ക് ചെല്ലുമ്പോൾ, നടന്നു ചെല്ലുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന ആ കരുതലും സ്നേഹവുമാണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമ്മളുടെ സാമീപ്യം, നമ്മളുടെ സ്നേഹം, നമ്മളുടെ കരുതൽ, അടുത്ത് നിൽക്കുന്ന ആ സ്നേഹം. ഇതൊക്കെയാണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ചിലവരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, മരണത്തിന്റെ പടിവാതിലുകളിൽ എത്തിയിട്ട് തിരികെ വരുന്നവർ. അവരുടെയൊക്കെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറും തുച്ഛമായ കാര്യങ്ങളാണ്. അവർ അതിന്റെ അടുത്ത് വരെ ചെന്നെത്തിയിട്ട് വീണ്ടും അയാളുടെ ഉറ്റവരുടെ അടുത്തേക്ക്, അയാളുടെ മക്കളുടെ അടുത്തേക്ക് തിരികെ വരികയാണ്. ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മരിക്കുന്ന ആൾ പോവാണ് നമ്മളെ വിട്ടിട്ട്. ആ സമയത്ത് അവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം, നമ്മളുടെ ഒരു തലോടൽ, നമ്മളുടെ ഒരു പുഞ്ചിരി, അവരുടെ ആ തീവ്രമായ ആ വേദനയെ ചിലപ്പോൾ ശാന്തമായ ഒരു മരണത്തിലേക്ക് അവരെ നയിക്കും. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് മക്കളെയെല്ലാം നല്ല നിലയിലാക്കി. അതിനകത്ത് 2 മക്കൾ അധ്യാപകരുമായി. അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും നാക്കിലേക്ക് ഇറ്റ് കൊടുക്കാൻ പോലും തയ്യാറാകാത്ത മക്കൾ 5100 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് തടി ഊരിയപ്പോൾ ഇന്നത്തെ ഈ വ്യവസ്ഥയിൽ ഇതിനൊക്കെ എന്ത് അർത്ഥമാണെന്നുള്ളത് നമ്മളെക്കാൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്ന ആ ഉത്കണ്ഠ അത് നമ്മൾ മാറ്റി കൊടുക്കുക തന്നെ വേണം. സ്വന്തം ജീവിത സൗകര്യങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിൽ നമ്മുടെ മാതാപിതാക്കളെ മറക്കുന്ന മക്കൾക്ക് ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾക്കും നാളെ അല്ലെങ്കിൽ നമ്മൾക്കും നാളെ ഈ ഒരു അവസ്ഥ വരും. നമ്മുടെ മക്കളും നമ്മളോട് ഇതൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഓർത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ. പണവും ജോലിയും പ്രതാപവും ഒക്കെ നമുക്ക് പിന്നീടായാലും ഉണ്ടാക്കാം. നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിതം ഇത്രയും ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച വെറ്റി വളർത്തിയ ആ ഒരു മാതാപിതാക്കളെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിന്റെയൊക്കെ വില നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് വളരെ വലുതായിരിക്കും. നഷ്ടപ്പെട്ടതൊന്നും നമ്മൾക്ക് പിന്നെ തിരിച്ചു പിടിക്കാനേ പറ്റുകയില്ല. ഈ ശിവചരണിനെ പോലെ ഒരച്ഛന് നാളെ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഒരു അച്ഛന്റെ ശവസംസ്കാര ചടങ്ങ് മൊബൈലിലൂടെ കാണുന്ന ഒരു മകൾ, അവിടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവളൊക്കെ നാളെ മരിക്കുമ്പോൾ ചിലപ്പോൾ മക്കള് കുഴി കുഴിച്ച് അതിനകത്തെടുത്ത് വാഴ നടന്നതുപോലെ തടവെടുത്ത് അതിനകത്തിട്ട് മൂടുകയായിരിക്കും ചെയ്യുന്നത്. ഇതിനൊക്കെ കാലം കാത്തു വെച്ചേക്കുന്നതിൽ എന്തൊക്കെയാണ് ദൈവത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റുകയില്ല. നമ്മൾ ഇന്ന് നടന്നു പോകുന്ന അതേ വഴി കൂടെ തന്നെയാണ് നമ്മുടെ മക്കൾ നടന്നു വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നാളെ അവര് തെങ്ങിന് തടവെടുക്കുന്ന കൂട്ട് തടവെടുത്ത് അതിനകത്തിട്ട് മണ്ണിട്ട് മൂടുന്ന ഒരവസ്ഥ. പണവും ജോലിയും ഡിഗ്രിയും ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. പെറ്റ അമ്മയെയും പോറ്റി വളർത്തിയ അച്ഛനെയും നോക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം വെറും പൂജ്യത്തിലേക്കുള്ള മടക്കമായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഇതേ പറയാനുള്ളത്, നമ്മൾക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, എല്ലാ മക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ പെട്ടുപോയതിന്റെ ദുഃഖം മനസ്സിൽ പേറുന്നവരുണ്ടെങ്കിൽ, എന്നെ പോലെ ആ ദുഃഖം മനസ്സിൽ പേറുന്നവരുണ്ടെങ്കിൽ, അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഈ നിമിഷം മുതൽ നമ്മൾക്ക് അവരെ ചേർത്ത് പിടിക്കാം. അവരുടെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് അവരോടൊപ്പം അവർ കിടക്കുന്ന കട്ടിലിനരികിൽ നമ്മൾക്ക് നമ്മുടെ സമയം ചെലവഴിക്കാം. ഒരു തിരക്കിന്റെയും പുറകെ പോകാതെ, ഒരു പണത്തിന്റെയും പുറകെ പോകാതെ, ഒരു ഡിഗ്രിയുടെയും പുറകെ പോകാതെ നമ്മൾക്ക് നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പം ആ കട്ടിലിൽ നമുക്ക് സമയം ചിലവഴിക്കാം. ഞാൻ നിർത്തുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.